ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്നുണ്ടാക്കുന്നതൊരു പച്ച മാങ്ങ ജ്യൂസാണ്. ദേ ഈ മാങ്ങയുടെ ഇത് കണ്ടോ, ഇതിവിടെ ഉണ്ടായ മാങ്ങയാണ്. അതിൻ്റെ ചൊനയൊക്കെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, കഴുകിയിട്ട് പോലുമില്ല. ഇത് കഴുകി ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റണം, പീൽ ചെയ്ത് കളയാം, അതാണ് എളുപ്പം. എന്നിട്ട് കിട്ടുന്ന ഫ്ലഷ് മുഴുവൻ എടുത്തിട്ട് ഒരു മിക്സിയിൽ നല്ലപോലെ അടിച്ച് അതിലേക്ക് ഐസ് വാട്ടറും ചേർത്ത് രാവിലെ വയ്ക്കാമെങ്കിൽ ആര് വീട്ടിൽ വന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഈ ചൂടിൽ ആർക്കും കാപ്പിയോ ചായയോ ധാരാളം മധുരയിട്ട സ്ക്വാഷുകളോ വേണ്ട. എല്ലാവർക്കും വേണ്ടത് ഇത്തിരി ഉപ്പിട്ട എന്തെങ്കിലുമാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ പീൽ ചെയ്തിട്ടുണ്ട്. ഇത് പുളി എടുക്കണം. നമുക്ക് ഭംഗി പുള്ളണം എന്നൊന്നുമില്ല, കണ്ടോ. പലകയുണ്ടെങ്കിൽ ഇത് കൈ പിടിക്കാൻ പോലും വയ്യ. അരിഞ്ഞ് കാണിക്കാം. ഇത്രയും വലിയ മാങ്ങ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. അതുകൊണ്ട് ഇത് മുഴുവനും അരിഞ്ഞിട്ട് കാണിക്കാം. ഇത് നോക്കൂ, ഇത് തന്നെ 1/2 കിലോയുടെ അടുത്തുണ്ട്. മാങ്ങാണ്ടി കളഞ്ഞു, മാങ്ങാണ്ടിയിലെ പോലും ഇങ്ങോട്ട് എടുത്ത് ഇടാം. അപ്പോൾ ഇത് മിക്സിയിലടിക്കുക. മിക്സിയിലടിച്ചു കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളം, തിളപ്പിച്ചാറിച്ച തണുത്ത വെള്ളം കുറച്ചൊഴിച്ച് മിക്സിയിലടിച്ച് പഞ്ചസാരയും ഉപ്പും ചേർത്ത്, വേറെ ഒന്നും ചേർക്കണമെന്നില്ല. ഞാൻ കുറച്ച് മാവിൻ്റെ ഇല കൂടെ ചേർക്കും, ഒരു 3-4 എണ്ണം. അതുകൂടെ കാണിച്ചു തരാം. ഇതേ മാവിൻ്റെ തളിരിലയാണ്, വലിയ പച്ച നിറയില്ല. അതിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് ഇതുപോലെ നമുക്ക് അടിച്ച് ചേർക്കാം. ഈ തളിരിലയിലൊക്കെ നല്ലപോലെ ന്യൂട്രീഷനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പിട്ടു, 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. ഇതെല്ലാം കൂടെ അടിക്കുകയാണ്. അടിച്ചിട്ട് നമ്മൾ അരിച്ചൊഴിക്കണം. ഇത് നോക്കൂ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളവും കൂടെ ഒഴിച്ച് കാണിക്കാം. ഇത് തണുപ്പിച്ച ഐസ് വെള്ളമാണ്. ഒരുപാട് തണുപ്പിക്കുന്നത് അവരവരുടെ ഇഷ്ടം. ഞാൻ ഒത്തിരി തണുപ്പിച്ചിട്ടില്ല, എന്നാലും അത് അരിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഇതാ ഈ മാങ്ങ ഒന്ന് ചുട്ടിട്ട് തൊലി കറുകറാന്നാകുന്ന അത്രയും നേരം ഗ്യാസേ വെച്ച് ചുട്ടിട്ട് ഇതുപോലെ കിള്ളിയെടുത്ത് ഉണ്ടാക്കിയാലും നല്ലതാണ്. പണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ചുടാനൊക്കെ കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ട്. ഇപ്പം അത്ര സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഒത്തിരി മെനക്കേടാണ്. ഒരു ശകലം 2 കാന്താരി മുളക് വേണേൽ ഇടാം, പക്ഷേ ഇവിടെ കാന്താരി ഇപ്പം ഇല്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ 1 പച്ചമുളക് അത്രയും മതി. നാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിക്കാം ഇതിൽ, പക്ഷേ നാരങ്ങയ്ക്കൊക്കെ ഒട്ടും മുതലാകുകയില്ല ഇപ്പോഴത്തെ കാലത്ത്. അത്രയ്ക്ക് ചൂടുമാണ്, അത്രയ്ക്ക് വെയിലുമാണ്, അത്രയ്ക്ക് വിലയുമാണ്. ഇതൊന്ന് കുടിച്ച് നോക്കാം നമുക്ക്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, പക്ഷേ ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഇത് മതി ഒരാൾക്ക്. ഇതാണ് പച്ചമാങ്ങ ജ്യൂസ്. പച്ചമാങ്ങ ദിവസവും ഒരു 2-3 എണ്ണം, ഇതുപോലെ വലുതാണെങ്കിൽ 1 എണ്ണം മതി ഒരു വീട്ടിലോട്ട്. ഇവിടെ നല്ല സ്വാദാണ്. കുറച്ചും കൂടി വെള്ളവും കൊള്ളും. എല്ലാ കൂട്ടമുണ്ട്. നല്ല പുളി ആവശ്യത്തിനുണ്ട്. ഉപ്പ് വന്നതുകൊണ്ട് പുളി കുറഞ്ഞു, പഞ്ചസാര വന്നതുകൊണ്ട് മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്രയും മതി. വെള്ളം മാത്രം വേണമെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് അല്പം കൂടി ഒഴിക്കാം. ഇതിലേക്ക് ഈ പച്ചമുളക് മാത്രമേ ഇടാവൂ എന്നൊന്നുമില്ല. ഫ്ലേക്സ്, വറ്റൽമുളകിൻ്റെ ഫ്ലേക്സ് ഉണ്ടെങ്കിൽ, തരങ്ങി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിടുമ്പോൾ ഒരു ചുവപ്പ് നിറമൊക്കെ കിട്ടും. അങ്ങനെ കാണുന്നവർക്ക് തന്നെ കുടിക്കാൻ തോന്നുന്ന രീതിയിൽ നമുക്ക് പച്ചമാങ്ങ ജ്യൂസ്, ഇത് വെറും പച്ചമാങ്ങ ജ്യൂസാണ്. ഈ വേനൽക്ക് കാപ്പിയും ചായയും
പഞ്ചസാരയിട്ട സ്ക്വാഷുകളും ഒന്നുമല്ല ഈ ഭയങ്കര ചൂടിൽ ആവശ്യം മനുഷ്യർക്ക്. ക്ഷീണവും മാറും, ദാഹവും മാറും, വിശപ്പും മാറും ഇതൊക്കെ കുടിച്ചാൽ. എന്താ പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കണം, ഇതൊരിക്കലും ഈ മാങ്ങാ ജ്യൂസ്, പച്ചമാങ്ങാ ജ്യൂസ് കുറുകി ഇരിക്കരുത്. നല്ലപോലെ വെള്ളം ചേർക്കാം. അത് ഈ വളരെ നന്നായിട്ട് വെള്ളവും കൂടെ ചേർത്താലാണ് അതിൻ്റെ രുചി വരുന്നത്. മാങ്ങ എല്ലാം പഴുത്തു പോണും, പോരാത്തതിന് അകത്തും പുറത്തും എല്ലാം അതിഭയങ്കരമായ ചൂടും. മാങ്ങയല്ല, ഇത് മാമ്പഴമാണ്, മൂവാണ്ട മാമ്പഴമാണ്. നമ്മുടെയൊക്കെ ഫേവററ്റാണ് മൂവാണ്ടൻ മാമ്പഴം. കാരണം നമ്മൾ ആദ്യം കഴിച്ചിരിക്കുന്ന ഇതൊക്കെയാണ്. അതുകൊണ്ട് അന്ന് ആർപ്പൂസും ഒന്നും ഇവിടെയും കിട്ടില്ല. ഇപ്പോഴാണ് ആർപ്പൂസ് എന്ന് പറഞ്ഞാൽ അൽഫോൻസോ, പിന്നെ മൽഗോവ, അവന്മാരെയൊക്കെ കിട്ടുന്നത്. ഞാൻ ആദ്യം കഴിച്ചിരിക്കുന്നത് നാടൻ മാങ്ങയും മൂവാണ്ടൻ മാങ്ങയാണ്. അതുകൊണ്ട് എനിക്ക് മൂവാണ്ട മാമ്പഴം തിന്നില്ലെങ്കിൽ ആ കൊല്ലം മാമ്പഴം തിന്നുന്നു. വേറെ എന്തൊക്കെ കേസരിയോ കേസറോ പിന്നെ ബംഗനപ്പള്ളിയോ ആരെയൊക്കെ കഴിച്ചാലും എനിക്കിത് തന്നെ വേണം. അതുകൊണ്ട് ഇതും നമുക്ക് ഒരു തൽക്കാലം ഇതിനെ ജ്യൂസാക്കാം, വെറും ജ്യൂസ്. അതിനു വേണ്ടി തൊലി മാറ്റി അകത്തെ പൾപ്പെടുത്ത് മിക്സിയിലടിച്ച് സ്വല്പം പഞ്ചസാരയും സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് ധാരാളം വെള്ളം ചേർത്ത് വെച്ചേക്കുക. എനിക്കിത് മുഴുവൻ എടുത്ത് ഇപ്പോൾ കഴിക്കാനാണ് തോന്നുന്നത്. ഇങ്ങനെ തന്നെ അടിച്ചു കുടിക്കുന്നതിലുമൊക്കെ എനിക്കിഷ്ടം. പക്ഷേ ഗസ്റ്റ് വരുമ്പം വെള്ളമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇതൊക്കെ കൊടുക്കും. ഇതേതായാലും ഇത്രയുണ്ട്. നമുക്കിതൊന്ന് അടിക്കാം. എന്നിട്ട് ഐസ് വെള്ളം ഒഴിച്ച് ജ്യൂസാക്കി വെറും ജ്യൂസ് കൊണ്ടുവരാം. ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇതിലും ഇതിൽ കുറച്ച് ഉപ്പിടും, മതി. കുറച്ച് പഞ്ചസാര ഇടും, 2 സ്പൂൺ ഉണ്ടാവും, അത് മതി. ഇത് ഐസ് വെള്ളം ഒഴിച്ച് അടിച്ചു കൊണ്ടുവരാം. ഇത് അരിക്കുകയൊന്നും വേണ്ട വാസ്തവത്തിൽ. ഇത് നോക്കൂ, ഇതാണ് 3 മൂവാണ്ടൻ മാങ്ങ തൊലി കളഞ്ഞ് ചെത്തി കഴുകി പൂളിയെടുത്തത്, അടിച്ചത്. ഇത്തിരി പഞ്ചസാരയും ഇത്തിരി ഉപ്പും ഇതിനും ചേർത്തിട്ടുണ്ട്. ഐസ് വെള്ളം ഒഴിക്കണം. ഇതാ തിളപ്പിച്ചാറിച്ച വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. നമ്മളിത് മാങ്ങ ആദ്യം അടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു, വെറുതെ മിക്സിയിൽ അടിച്ചത്. പിന്നെ ഐസ് വെള്ളം ഒഴിക്കുന്നതും കാണിച്ചു. ഐസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് അടിച്ചു. ഇനിയും വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാരയുണ്ട്, കുറച്ച് പാകത്തിന് ഉപ്പുണ്ട്, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. മുളകൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിനകത്ത് പിന്നെ ചാട്ട് മസാലകൾ പലതും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇടും. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ തന്നെ ഒരു സ്ട്രോയും കൂടെ ഇട്ട്, കുറേ കൂടെ ഐസ് ഇടേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, കുടിച്ചോളും. അപ്പോൾ കൊച്ചു മാങ്ങ തൊട്ട് വലിയ പഴുത്ത മാങ്ങ, നന്നായിട്ട് പഴുത്ത മാങ്ങ, വലുതെന്ന് പറഞ്ഞാൽ നല്ലപോലെ പഴുത്ത മാങ്ങ വരെ നമ്മുടെ വീടുകളിൽ ധാരാളമായി ഉപയോഗിച്ചോളുക. പഴുത്ത് പൊട്ടിപ്പോയ, വീണപ്പോൾ പൊട്ടിയതുപോലും ആ ഭാഗം കളഞ്ഞേച്ച് നമുക്ക് ഇതിനെടുക്കാം. ഇതാണ് വെറും മാമ്പഴ ജ്യൂസ്. കളറൊക്കെ കണ്ടോ, എന്നാ സുന്ദരമായ കളറാണെന്ന്. ഇത് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഈ സാധനങ്ങളൊന്നുമേ കളയരുത്. മാമ്പൂ പോലും കളയരുതെന്ന് ഞാൻ പറയും. എന്നാ വെച്ചാൽ മാമ്പൂ കൊണ്ട് നമുക്ക് കിച്ചടി വയ്ക്കാം. എൻ്റെ ഭാഗത്തിനുള്ള ഐസ് ഇട്ടിട്ടുള്ളൂ. കൊടുക്കുമ്പോൾ ഐസ് പൊടിയിട്ട് കൊടുക്കാം. നമുക്ക് ഐസൊന്ന് മുറിച്ചിട്ട് തല്ലി പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാൻ പറ്റും. എല്ലാവരും ധാരാളം കഴിക്കും. ഒന്നാം തരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതും അല്പം പോലും വേസ്റ്റാക്കാതെ, മാമ്പൂ തൊട്ട് മാവിൻ്റെ തളിര് തൊട്ട് ഒന്നും കളയാത്ത ആളാണ് ഞാൻ. മാമ്പൂവും കളയുകയില്ല. മാമ്പൂ മഴയത്തെങ്ങാനും, ഇപ്പം പിന്നെ മഴയില്ലാത്തതുകൊണ്ട് ചെയ്യാണ്ട് കിട്ടിയില്ല. മാമ്പൂ കൊലയോടെ ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് തൈരുമൊക്കെ ഒഴിച്ച് കിച്ചടി ഉണ്ടാക്കും, അല്ലെ സാലഡാക്കും. തൈര് വരുമ്പോൾ അതിൻ്റെ ആ ചെറിയ കയ്പ്പ്, പൂവിൻ്റെ ആ കയ്പ്പ് അങ്ങ് മാറിക്കോളും. അങ്ങനെ നമുക്ക്
ഉപയോഗിക്കാം. അപ്പോൾ 2 സംഗതികളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പച്ചമാങ്ങയുടെ ജ്യൂസും മാമ്പഴത്തിൻ്റെ ജ്യൂസും. ഇതിലൊക്കെ വേറെ പല പല സാധനങ്ങളും മസാലകളും ബ്ലാക്ക് സോൾട്ടും ഒക്കെ ചാട്ട് മസാലയും ഒക്കെ ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്കും ഇവിടെയുള്ളവർക്കും അതിൻ്റെയൊക്കെ സ്വാദ് വരുമ്പം ഒരു നോർത്ത് ഇന്ത്യൻ സ്വാദ് തോന്നിക്കും. അതുകൊണ്ട് ഇത് ഐസ് മാത്രം ഇട്ട് അല്പവും പഞ്ചസാര ഇട്ട് കഴിക്കുകയാണ് ഇഷ്ടം. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുക, ദിവസവും ഉണ്ടാക്കുക. നന്ദി, നമസ്കാരം.